ഇന്നെന്ത് നല്ല കാര്യം ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കൃഷി ആയാലോ എന്ന് വിചാരിച്ചത്. എന്നാ പിന്നെ കൃഷിഭവനിൽ ചെന്ന് കുറച്ച് തൈ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും മേടിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ചേട്ടൻ നിന്ന് പല്ലിയെ കാണേണ്ടത്. ഇടക്കാണ് ചേട്ടനെ കാണാൻ കിട്ടണത്. അങ്ങനെ കുറച്ചു നേരം ചേട്ടനായിട്ട് സംസാരിച്ച് എനിക്കിപ്പോൾ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്. കല്യാണത്തിന് ശേഷമുള്ള ചേട്ടന്റെ ജീവിതത്തെ പറ്റി പഠിക്കാൻ പോയാണ്. കുറച്ചു നേരം സംസാരിച്ചപ്പോഴേക്കും കല്യാണം കഴിക്കാനുള്ള മൂഡ് പോയി കിട്ടി. എന്നാൽ പിന്നെ തക്കാളി തൈ നടാന്ന് വിചാരിച്ച് ചെന്നപ്പോൾ മിക്സ് ചെയ്യാനുള്ള വളമില്ല. അങ്ങനെ നേരെ ബക്കറ്റ് എടുത്തുകൊണ്ട് തൊഴുത്തി ചാണകം വരാൻ പോയി. അവിടെ ചെന്നപ്പോൾ സഞ്ജയ് പണിയെടുക്കണം. ഹിന്ദിക്കാരൻ നാട്ടിൽ പോയ കാരണം പണിയെടുക്കണമെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അവനോട് ചോദിച്ച് കുറച്ച് ചാണാൻ പാരി. ചാണാനെടുത്ത് തിരിച്ചു വന്നപ്പോൾ ദേവൻ ഒരാൾ കമ്പിയായിട്ട് അതെനിക്കുള്ള പണിയാണ്. ഈ കമ്പി ഇങ്ങനെ തറച്ചു തരുമെന്നൊക്കെ ചോദിക്കാനുണ്ട്. അങ്ങനെ അത് തറച്ചു കൊടുത്തോണ്ട് ഞാൻ എന്റെ പണിയിലേക്ക് പോയി. അമ്മതേ അപ്പോഴേക്കും ചായ ആയിട്ട് വന്നു. അങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോൾ സ്ഥിരം ടീം അരി തിന്നാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കുറച്ച് അരി ഇട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരുത്തന്റെ മീൻ അടിച്ചു വരാൻ വീട്ടിലേക്ക് കയറി പോകേണ്ടത്. ഹാർബറിൽ നിന്ന് മീൻ കൊണ്ടുവരാത്തോണ്ട് പൂച്ച സാർ മൂഞ്ചിപ്പോയി. ഒരു സൈഡിൽ അമ്മ പൂക്കളെ കഴുത്ത് പിടിച്ച് ഇരിക്കുന്നുണ്ട്. ഇന്നും അമ്പലത്തിൽ മാല കൊടുക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിലാണ് ഈ പൂവ്. അപ്പോഴേക്കും അതിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച്. അങ്ങനെ ഞാൻ എന്റെ പണി തുടങ്ങി. 10 തക്കാളി സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും വർക്കിന് പോകാനുള്ള ടൈമായി. അങ്ങനെ ഞാൻ നേരെ വർക്കിന് വിട്ട്.